എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മകയിരം, പുണർതം, വിശാഖം അടക്കം 15 നാളുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 5 മുതൽ ഒരു മാസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ കർമ്മ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് വരുന്ന അഭിവൃദ്ധികൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഒരു 3 മാസക്കാലം വളരെയേറെ ഗുണപ്രദമായ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ഇപ്പോഴത്തെ ഗൃഹസ്ഥിതി അനുസരിച്ച് 15 നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഗുണപ്രദമായ സമയമാണ്. നിങ്ങൾ നടത്തുന്ന വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന കർമ്മ മേഖലയിലെ ഉത്സാഹം, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാൻ പോകുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ച ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ഈ മറ്റ് 12 നക്ഷത്ര ജാതകരെ അപേക്ഷിച്ച് മകയിരത്തിനും പുണർതത്തിനും വിശാഖത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. മറ്റ് 12 നക്ഷത്ര ജാതകരെ അപേക്ഷിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് സുപ്രധാനമായ പല സൗഭാഗ്യങ്ങളുമാണ് വന്നു ചേരാൻ പോകുന്നത്. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, ധനാഗമനം ഒരുപാട് വന്നു ചേരുന്നു, ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഗോചരഫലമനുസരിച്ച് ചില വലിയ സുപ്രധാനമായ കാര്യങ്ങളാണ് മകയിരം, പുണർതം, വിശാഖം എന്നീ നക്ഷത്ര ജാതകർക്ക് ഇനി നടക്കാൻ പോകുന്നത്. അതായത് ഇവർ മനസ്സിൽ കരുതിയിരുന്ന പല നല്ല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് നടന്നു കിട്ടും. ജാതകാൽ യോഗമുള്ള സമയമാണ്. അതായത് അനുഭവ സാധ്യതകൾ കൂടുതലാണ്. ഒരു വർഷത്തെ ഫലം പരിശോധിച്ചാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്നത് ഈ പറഞ്ഞ മകയിരം, പുണർതം, വിശാഖം എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ്. ഈ 15 നക്ഷത്ര ജാതകരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യവും ഈ പറഞ്ഞ 3 നക്ഷത്ര ജാതകർക്ക് തന്നെയാണ്. ലഗ്നാൽ ബലവാനായ ചന്ദ്രൻ കേന്ദ്രസ്ഥാനത്ത് വന്നാൽ പല അത്ഭുതങ്ങളും നടക്കുമെന്നാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് വലിയ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള യോഗങ്ങൾ തന്നെയാണ്. പരിഗണിക്കേണ്ട ഗ്രഹങ്ങൾ ചന്ദ്രനും ചൊവ്വയുമാണ് ഈ നക്ഷത്ര ജാതകർ. അതായത് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മകയിരവും, പുണർതവും, വിശാഖവും ചൊവ്വയ്ക്കും ചന്ദ്രനും പ്രത്യേക പൂജകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അർച്ചനയൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ മതി. ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരും. അതായത് അടുത്ത 3 മാസത്തിനുള്ളിൽ ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും. നിങ്ങൾ നടന്നു കിട്ടില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല സംഭവങ്ങളുമാണ് നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു വസ്തു വാങ്ങുന്ന കാര്യമാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാകാം, വിദേശ രാജ്യത്തേക്ക് പോകുന്ന കാര്യമാകാം. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന 3 നക്ഷത്ര ജാതകർക്ക് മകയിരത്തിനും, പുണർത്തത്തിനും, വിശാഖത്തിനും അത് നടന്നു കിട്ടേണ്ട സമയമാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും സംഭവിക്കുന്നത്. അതായത് നടക്കില്ല എന്നിവർ മനസ്സിൽ കണക്ക് കൂട്ടിയ കാര്യങ്ങൾ അതിനി നടക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു രക്ഷയുമില്ല എന്നിവർ കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു. ആഗ്രഹിച്ചത് പലതും സ്വന്തമാക്കാൻ കഴിയുന്നു. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് മകയിരത്തിനും, പുണർത്തത്തിനും, വിശാഖത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും കാലഘട്ടമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റ് 12 നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന്. മറ്റ് 12 നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കഴിയുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ഈ 3 നക്ഷത്ര ജാതകരിൽ ഒരുപാട് മറ്റ് വ്യത്യസ്തമായ പല കാര്യങ്ങളുമാണ് നടക്കുന്നത്.
ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കിന്ന് വ്യക്തമായിട്ട് അറിയാം. അതിനു മുമ്പ് നമുക്ക് ആ 12 നക്ഷത്ര ജാതകരെ, ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ഈ 3 നക്ഷത്ര ജാതകർക്ക് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ 12 നക്ഷത്ര ജാതകരെ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവരും തൊട്ടു മുന്നിലുണ്ട് ഈ നക്ഷത്ര ജാതകർക്കൊപ്പം. അതായത് മകീരത്തിനും പുണർദത്തിനും വിശാഖത്തിനും ഒപ്പം ഈ 12 നക്ഷത്ര ജാതകർക്ക് കൂടി ഒരു മഹാഭാഗ്യം വന്നു ചേരുന്നു. ആ 12 നക്ഷത്ര ജാതകരെ ആദ്യം നമുക്കറിഞ്ഞിട്ട് മകീരം, പുണർദം, വിശാഖം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം. അവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം. അവർക്കിനി സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം. അപ്പോൾ നമുക്ക് ആ 12 നക്ഷത്ര ജാതകരെ അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതിക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്നു. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. 3 രോഹിണിയാണ്. 4 പൂയമാണ്. 5 ആയില്യമാണ്. 6 ഉത്രമാണ്. 7 അത്തമാണ്. 8 ചിത്തിര. 9 തിരുവോണം. 10 അവിട്ടം. 11 പൂരുരുട്ടാതി. 12 ഉത്രട്ടാതി. ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. അതായത് ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്താൻ സാധിക്കുന്നു. അതായത് 12 നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്ന കാലം സൗഭാഗ്യ സമ്പന്നതയുടേതാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ഏതായാലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ 12 നക്ഷത്ര ജാതകർക്കും നാളെ മുതൽ ഉയർച്ചയാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു. അതിനകത്ത് ലോട്ടറി അടിക്കുന്ന നക്ഷത്ര ജാതകരുണ്ട്. അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങാൻ യോഗം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഒരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചവർക്ക് ഇനി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒത്തിരി ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ധനപരമായി നേട്ടമുണ്ടാകും. ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി ഒരു നല്ല ജോലി കിട്ടുന്ന സമയമാകുന്നു. ഒരു പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു. ഫലപ്രവചനങ്ങൾ ഒരിക്കലും പിഴയ്ക്കില്ല. ഇത് ഞാൻ വളരെ ആലോചിച്ച് വളരെ സമയമെടുത്ത് ഗണിച്ചെടുത്ത കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തന്നെ തുടക്കമാകും. ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുവാനുള്ള ഒരു യോഗം, ഇതൊക്കെ ഈ ഒരു സമയത്ത് ഈ 12 നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും. ബിസിനസ്സിൽ പ്രയോജനകരമായിട്ടുള്ള കാലം, ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ വലിയ ഡെവലപ്പാകുന്ന സമയം. ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഒരുപാട് പഴിയൊക്കെ കേട്ട ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സമൂഹത്തിലും ബന്ധുമിത്രാദികളുടെ ഇടയിലുമൊക്കെ നല്ല ഒരു സ്ഥാനം ലഭിക്കുന്ന സമയം. എല്ലാ രീതിയിലും ഉയർച്ചയാണ്, എല്ലാ രീതിയിലും ഭാഗ്യമാണ്, എല്ലാ രീതിയിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ പറഞ്ഞ 12 നക്ഷത്ര ജാതകരുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ ഒക്കെ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ആശ്രയിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഇത് ബാധകമാണ്. അവർക്കുമൊക്കെ ഈ ഒരു ഭാഗ്യം വന്നു ചേരും. വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കൊക്കെയും ഈ ഒരു ഭാഗ്യം ഇവരുകൊണ്ട് ഈ 12 നക്ഷത്ര ജാതകരിൽ നിന്നുള്ള ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതായാലും ഒത്തിരി ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. സെപ്റ്റംബർ മാസം 5-ാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അപ്പോൾ നമുക്ക് ആ 3 നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചറിയാം. മകീരത്തിനും പുണർദത്തിനും വിശാഖത്തിനും. അതായത് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം, വലിയൊരു നേട്ടങ്ങൾ ആരംഭിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കാലങ്ങളായി കാത്തിരുന്ന ഒരു വലിയൊരു ആഗ്രഹം നടക്കുന്ന സമയമായിട്ടാണ് ഇവർക്ക് ഇനിയുള്ള കാലം സംഭവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ദൈവാനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള സത്പ്രവൃത്തികളുടെ ഫലം. ഏതായാലും മകീരം പുണർദം വിശാഖത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. ഏറ്റവും അധികം ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ഇവർക്ക് ദൈവാധീനം വർദ്ധിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം മകീരത്തിനും പുണർദത്തിനും വിശാഖത്തിനും ധാരാളം വന്നു ചേരുന്ന സമയമാണ്.
അതായത് ഇവർക്ക് ദൈവാനുഗ്രഹം ഒരുപാട് ഉണ്ട്. ഈ ഒരു സമയത്ത് ദൈവാനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ പല അപകടങ്ങളിൽ നിന്നും ഈ നക്ഷത്ര ജാതകർ അത്ഭുതകരമായി രക്ഷപ്പെടാം. അനുകൂലമായത് കൊണ്ട് പല അത്ഭുതങ്ങളും ഇവർക്ക് നടന്നു കിട്ടും. വ്യാഴവും ശുക്രനും പ്രസാദിച്ചിരിക്കുന്നു ഇവരുടെ കാര്യത്തിൽ. മകീരത്തിന്റെയും പുണർത്തത്തിന്റെയും വിശാഖത്തിന്റെയും കാര്യത്തിൽ വ്യാഴം, ശുക്രൻ ഇവ പ്രസാദിച്ചാൽ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറിക്കിട്ടും. ധാരാളം ധനം വന്നു ചേരുന്നു. അതായത് നിങ്ങളുടെ മേൽ ദുരിത ദുഃഖങ്ങൾ ഏൽപ്പിക്കാതെ നിങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ശുക്രന്റെയും വ്യാഴത്തിന്റെയും കണ്ണുകൾ നിങ്ങൾക്ക് നേരെ പതിയും. ദൃഷ്ടി പതിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടും. അതുപോലെ തന്നെ പാരിതോഷങ്ങളും സമ്മാനങ്ങളും നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. അതൊരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യമാകാം, അല്ലെങ്കിൽ ധനാഗമനമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങി അത് വിജയിക്കുന്ന കാര്യമാകാം, അല്ലെങ്കിൽ ഒരു വിവാഹകാര്യമാകാം. ഏതായാലും നിങ്ങളുടെ വളർച്ചയിൽ അസൂയാലുക്കൾ ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം അസൂയാലുക്കളുണ്ട് നിങ്ങൾക്ക്. ശത്രുദോഷങ്ങളൊക്കെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ആഭിചാരകർമ്മങ്ങളോ ഒക്കെ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് പഴകിയ ആഹാരങ്ങളൊന്നും കഴിക്കരുത്. അതുപോലെ തന്നെ വയറിന് പ്രശ്നമായി കഴിഞ്ഞാൽ അത് ചർമ്മത്തെയും ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക. ഇപ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി സ്ഥിരമായിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുന്ന ഒരു സമയമുണ്ട്. അതായത് ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ലോട്ടറിക്കാരനെ കാണുന്നു. അപ്പോൾ ഒരു ലോട്ടറിയൊക്കെ എടുത്താൽ, അങ്ങനെ ഒരു മോഹം തോന്നിയാൽ, ഒരു ലോട്ടറി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നിയാൽ ആ സമയത്ത് ദൈവാനുഗ്രഹം ഒരുപാട് വർദ്ധിച്ച് നിങ്ങൾക്കൊരു ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടും. ആ സമയത്ത് നിങ്ങൾ എടുത്തിരിക്കണം. ആ സമയത്ത് നിങ്ങളൊരു ലോട്ടറി എടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ ഒരു സമയത്ത് ഈ മകീരം, പുണർതം, വിശാഖം എന്നീ നക്ഷത്ര ജാതകർ ഒരു ലോട്ടറി എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അടിക്കുവാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾക്ക് ധാരാളം കൂടുന്ന സമയം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക. ദൈവാനുഗ്രഹം ഒരുപാട് ഉണ്ട് എന്ന് മനസ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എടുക്കുക. ഏതായാലും മകീരത്തിനും പുണർതത്തിനും വിശാഖത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്താൻ കഴിയുന്ന സമയമാണ്. അത് ഉറപ്പാണ്. അതുപോലെ തന്നെ മകീരം, പുണർതം, വിശാഖം എന്നീ നക്ഷത്ര ജാതകർ ഇപ്പോൾ ഒരാളെ നമ്മളെ കാണുന്നു, ഒരു ലോട്ടറിക്കാരൻ നമ്മളെ കാണുന്നു. അയാൾ നമ്മളോട് പറയുകയാണ് ഇത് ഒന്ന് എടുക്കൂ എന്ന് വീണ്ടും അയാൾ നിർബന്ധിക്കുകയാണ്. അയാൾ വീണ്ടും നമ്മളെ വിടുന്നില്ല. അയാൾക്ക് ഒരു ലോട്ടറി എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അയാൾ നിൽക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഇഷ്ട നമ്പറാണ് എങ്കിൽ ആ ടിക്കറ്റ് നിങ്ങൾ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ ഒരു ടിക്കറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം ഒരു 3 മാസക്കാലമാണ് ഇതിൻ്റെ ഒരു സാധ്യതയുടെ സമയം. ആ 3 മാസക്കാലം കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മകീരം, പുണർതം, വിശാഖം ഇവർക്ക് 3 മാസക്കാലമാണ് ഈ ഒരു ഭാഗ്യം നിലനിൽക്കുന്നത്. അപ്പോൾ 3 മാസത്തിന് ശേഷം ഞങ്ങൾ എടുക്കാം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞേക്കുക. 3 മാസക്കാലമായിരിക്കും ഈ ഒരു ഭാഗ്യം നിലനിൽക്കുന്നത്. അതിന് ശേഷം യാതൊരു വിധ സാധ്യതയും കാണില്ല. അതൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അതുപോലെ തന്നെ അമിത വേഗതയിൽ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക. വഴുതി വീഴാം. മഴക്കാലമൊക്കെയാണ്. അതുപോലെ തന്നെ പല ദുരിത ദുഃഖങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. അതൊക്കെ ഓർത്ത് ഇപ്പം പൂർണ്ണമായും നമുക്ക് നല്ല സമയം എന്നൊന്നും തീർത്തും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മകീരം, പുണർതം, വിശാഖം നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ആ ദോഷങ്ങളൊക്കെ നമുക്ക് അകറ്റിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നു, ഈശ്വരനെ വിളിക്കുന്നു, നിങ്ങൾ വഴിപാടുകൾ ചെയ്യുന്നു, ഒക്കെയും ശരി തന്നെയാണ്. പക്ഷെ ചില വീഴ്ചകൾ നമുക്ക് ഒരുപാട് ദോഷം ചെയ്തേക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ ദോഷം വന്നു കഴിഞ്ഞാൽ നമ്മളെ താങ്ങാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മളാണ് ഓരോ കുടുംബത്തിൻ്റെയും അത്താണി എന്ന ബോധം നമുക്ക് ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഈ 3 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
ശ്രദ്ധകളൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ ഒരുപാട് വിജയം കൊയ്യണം എന്ന് ആഗ്രഹിച്ച് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വലിയ വലിയ ഭാഗ്യങ്ങൾ തന്നെയാണ്, വലിയ വലിയ ഉയർച്ച തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കും. ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ 3 നക്ഷത്രജാതകർക്കും ഒപ്പം 15 നക്ഷത്രജാതകർക്കും സംഭവിച്ചിരിക്കും. ഇനി കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച ആ പല ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് ഒന്ന് എഫോർട്ട് എടുത്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ ഇനി സൗഭാഗ്യ സമ്പന്നത തന്നെയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.